രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാം. ഇത്ര സംസാരിച്ചില്ല, അത് നമ്മൾ അധികം സംസാരിക്കാൻ പറ്റില്ല, എന്നാലും പറയാം. ശരിക്കും രാഹുലിന്റെ കേസും ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റഡ് ആണെന്ന് രാഹുൽ കരുതുന്നു. രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട. കോടതി ഇപ്പൊ രണ്ടാമത്തെ കേസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് പറയാം. ആദ്യത്തെ കേസുമായിട്ട് ഞാനും ബന്ധമൊന്നും മാങ്കൂട്ടത്തിൽ അത്ര കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് അയാള് ജാമ്യം ആദ്യം നിഷേധിച്ചിട്ടും അയാള് പിടികൊടുക്കാതെ ഹൈക്കോടതിയിൽ പോവുകയും, ഹൈക്കോടതിയിൽ നിന്നല്ല ജാമ്യം കിട്ടി, അല്ല സെഷൻസിൽ നിന്ന് കിട്ടി, എനിക്ക് ജില്ലാ കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് പോയി ജാമ്യം കിട്ടുകയും വന്നതൊക്കെ കുറെ കാലം ഒളിവിൽ. എന്തിനാണ് ഇനി രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട? തർക്കമില്ലാത്തൊരു കാര്യം പറയട്ടെ, രണ്ടാമതൊരു പരാതി വന്നു. അതായത് ബാംഗ്ലൂരിലൊരു ആളുടെ പരാതി എന്ന് പറഞ്ഞു. ആ പരാതി കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം, കോടതിയും പറഞ്ഞില്ലേ ആ പരാതിയിൽ സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണെന്നാണ് അർത്ഥം. എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ കേസിൽ മെറിറ്റ് ഇല്ലല്ലോ എന്ന് മറ്റേ കേസിൽ കോടതി ചോദിക്കുമ്പോൾ പോലീസുകാരെന്ന് പറയുന്നത്, സാർ ഇയാളൊരു റിപ്പീറ്റ് ഒഫൻഡറാണ്, വേറൊരു പരാതിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയി ആരുടെ എന്തെങ്കിലും പരാതി എഴുതി കൊടുത്തതാണ്. ആ പെൺകുട്ടി ആരെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? ഏതെങ്കിലും കേസിലൊക്കെ പെട്ടുപോകുന്ന പെൺപിള്ളേർ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രബിൾ നിൽക്കുന്ന പെൺപിള്ളേർ കാണും, പോലീസുകാരുടെ സഹായം വേണ്ട പെൺപിള്ളേർ കാണും. പോലീസുകാരോട് എന്ത് പറയും? നീ ഒരു കാര്യം ചെയ്യും, പരാതി എഴുതാം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യും? പോലീസുകാരുടെ ഫേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ആ പെൺകുട്ടിയാരെന്ന് ആർക്കും ഒരിക്കലും അറിയാൻ പറ്റില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതാവും. കാര്യം അത് ജീവിതമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു പറയും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ് കള്ളക്കേസാന്ന് അബ്സല്യൂട്ട്ലി ഉറപ്പാണല്ലോ, സംശയമില്ല. കോടതി പറഞ്ഞു. ഇനി ഒന്നാമത്തെ കേസിൽ തന്നെ കോടതി പറഞ്ഞത് പീഡനം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് വ്യാജ പരാതി എന്നല്ലേ അർത്ഥം? അതായത് പരസ്പരം കൺസെൻറ്റോടുകൂടി രണ്ട് വ്യക്തികൾ അവരുടെ ബന്ധത്തിലേക്കോ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിലേക്കോ പോകുന്നതിന് കുറച്ച് കാലം കഴിഞ്ഞ് പീഡനമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഇനി സുജിത് ഭക്തൻജി സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യവും, ഞാൻ ഏറ്റവും വലിയ ഫാനായുള്ള വ്യക്തി ശശി തരൂരിൻ്റെയാണ് കേട്ടോ. ശശി തരൂർ കടുത്ത ഫാനാണ് ഞാൻ. പക്ഷേ ശശി തരൂർ ഇപ്പം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ശശി തരൂർ ഒരു മാരിറ്റൽ റേപ്പ് ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഉടക്കുന്നു എന്നിരിക്കട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ ആ പ്രശ്നം. ഞാൻ എൻ്റെ കേസ് വെച്ച് പറയാം. വേറെ ആര്? ഞാനും ദീപ ഇപ്പം നല്ല സ്നേഹത്തിൽ പോകുന്നു, നല്ല കാര്യമായിട്ട് പോകുന്നു. ദീപയാണ് ശരിക്കും ഹീറോ. ദീപ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫ് സെറീനയെ പോലെ ഫൈറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി നിന്ന് ജാമ്യത്തിന് പോയി എല്ലാം നേടി. ദീപയുടെയും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രവീൺ, ദീപയുടെയും പ്രവീണിൻ്റെയും ക്രെഡിറ്റാണ്, പിന്നെ അമ്മയുടെയും ഒക്കെ ക്രെഡിറ്റാണ് എല്ലാം. ദീപയെ ഞാനൊരു 10 വർഷം കഴിഞ്ഞ് ഉടക്കിന്നിരിക്കട്ടെ, ദീപ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഉടക്കിന്നിരിക്കട്ടെ. ദീപയുടെ അഡ്വക്കേറ്റ് എന്ത് പറയുന്നറിയാമോ? കൂടുതൽ ജീവനാംശം കിട്ടാൻ, മക്കളുടെ കസ്റ്റഡി കിട്ടാൻ ഒരു കാര്യം ചെയ്യും, 2020 റേപ്പ് ചെയ്തെന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അതൊരു ഈസി സ്കോപ്പാണ്. അപ്പം ആർക്കും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ്സിന് കൂടുതൽ, എല്ലാ പക്ഷത്തെയും അഡ്വക്കേറ്റ്സിന് കാശുണ്ടാക്കാനുള്ളൊരു സ്പേസാണ്. ഞാൻ ഇനി ഇതില്ലെന്ന് എങ്ങനെ തെളിയിക്കും? അതായത് വേറൊരു കേസിലാവുമ്പോൾ നമുക്ക് മെസ്സേജൊക്കെ വെച്ച് നമ്മൾ ബന്ധത്തിലായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയാം. സ്വന്തം ഭാര്യയാവുമ്പോൾ എങ്ങനെ തെളിയിക്കും? ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഇതുപോലത്തുള്ള കേസുകളുടെ അബ്സർഡിറ്റിയാണ്. ജിതേന്ദ്ര എന്നൊരു സിനിമ നടന്ന ഓർമ്മ കാണും, പഴയ തുഷാർ കപൂറിൻ്റെ ഒക്കെ അച്ഛൻ. ജിതേന്ദ്രക്കെതിരെ ഒരു സ്ത്രീ വന്ന് കേസ് കൊടുത്തിട്ട് പറഞ്ഞു, 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു. 48 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പുറകിലോട്ട് പോയാൽ മഹാത്മാഗാന്ധിയൊക്കെ കാണാം, സ്വാതന്ത്ര്യ പോരാട്ടം കാണാം. 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യും? അപ്പം എന്ത് ചെയ്യും? പോലീസുകാർ സേഫായിട്ട് എന്ത് ചെയ്യുന്നറിയോ? പരാതി എഴുതി തന്നു. ഇപ്പം ജിതേന്ദ്ര അയാൾ രക്ഷപ്പെട്ടു, ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി വന്നതും രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലീസുകാർ, നീ ഒരു കാര്യം ചെയ്തു, ഒരാഴ്ച ജയിലിൽ കിട, ഈ ജയിലിൽ കിടന്നു കഴിഞ്ഞ് നിനക്ക് ജാമ്യം കിട്ടും, പോവും. ഇങ്ങനെ എത്ര പേര് കിടക്കുന്നു എന്നറിയാമോ? ഈ പല കിടക്കുന്ന ആൾക്കാരും വെളിയിൽ വന്ന് ഈ വേദന പറയില്ല. കാര്യം ആണുങ്ങൾക്കും ആ ട്രോമ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ആ ട്രോമയിൽ അവർ പെട്ടുപോവുകയും അവർക്കത് ഡിപ്രഷനിലേക്ക് പോവുകയും, പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾ ചെറിയ പ്രായം തൊട്ട് വേദനയും വിഷമവും വെളിയിൽ പറയരുതെന്നുള്ള തെറ്റിദ്ധാരണയെ ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയാണ് കോച്ച് ചെയ്യുന്നത്, നീ ആണാണ്, നീ കരയരുത്, സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ട്രോമയിൽ അവരുടെ ജീവിതകാലം ഇല്ലാതാവും. ഇത് നോബഡി ബോദേഴ്സ്. മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എന്താ? 2 കേസ്. രണ്ടാമത്തെ കേസ് ബാംഗ്ലൂരിൽ നിന്ന്, ഒന്നാമത്തെ കേസ് നമുക്കറിയുന്ന കേസ്. രണ്ടാമത്തെ കേസ് പരാതി നിലനിൽക്കുമോ എന്ന് ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ ഭാഷയിൽ ഇത് വ്യാജ കേസാണെന്നുള്ളത് ഭംഗിവൽക്കരിച്ച് പറയുന്നതാണ്. അതായത് കോടതി ഒരിക്കലും ഇയാൾ നിരപരാധിയാന്ന് പറയില്ല. കോടതി പറയുന്നത് എന്താ? പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല. അത് കോടതി ഭാഷയാണ്. സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെയുള്ള കേസ് വ്യാജം. സംശയം തീർന്നല്ലോ. ആദ്യത്തെ കേസ് ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നില്ലേ, ഇവർ തമ്മിൽ ബന്ധമായിരുന്നില്ലേ? അങ്ങനെ ഇവർ ഫോർ എ റിലേഷൻഷിപ്പ് ആൻഡ് ഫോർ എ കിഡ് പരസ്പരം ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണ് പീഡനമെന്ന് പറയുക? കോടതി അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിൽ വായിച്ചു, ഞാൻ ജയിലിലുള്ള അതുകൊണ്ട് പേപ്പറിൽ വായിച്ചു. അപ്പോൾ ബാക്കിയാ ഇത് വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. എൻ്റെ കേസിൽ ഇത് തന്നെയാണ്, 3 എണ്ണം ഇട്ടു.
കോടതിക്ക് ആദ്യം 2 നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പം എന്നാൽ 3 തന്നെ ഇരിക്കട്ടെ. ഇത് ഈ വാരി വെതറുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ വഴിയിലെ വഴിക്കച്ചവടക്കാർ വിൽക്കൂലേ, 10 നമ്മുടെ മുമ്പിൽ എടുത്തിടും. ഏതെങ്കിലും 2 നമ്മൾ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പോലീസ് അങ്ങനെ വാരി വിതറും. ഞാൻ തമാശയൊന്നുമല്ല, പോലീസുകാരെ അറിയാൻ ചോദിച്ചാൽ മതി. അവർ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് പോലീസുകാരനെ വിളിച്ചാൽ മതി. വാരി വിതറിയിടും. വാരി വിതറിയിടും. അപ്പം ഏതെങ്കിലും ഒന്നെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കും. കോടതിയിൽ 10 പറയുമ്പോൾ അവസാനം കോടതിയോട് ഇങ്ങനെ തന്നെ പറയും. ഏതെങ്കിലും ശ്രീ ദിലീപിൻ്റെ കേസ് ഇതുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കണക്ട് ചെയ്ത് പറയാം. ഒരിക്കൽ ശ്രീ ദിലീപിന് ജാമ്യം നിഷേധിക്കാൻ പോലീസ് കോടതിയിൽ പറഞ്ഞത് ദിലീപിന് ജാമ്യം കൊടുത്താൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണെന്നാണ്. കോടതി ചോദിച്ചു അതെങ്ങനെയാണ്? ദിലീപിന് ജാമ്യം കൊടുത്ത സമൂഹം ഒന്നും പറയാനില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് ഇതൊരു ഡിബേറ്റ് കോമ്പറ്റീഷൻ അല്ല. പ്രോസിക്യൂഷനിലെ അഡ്വക്കേറ്റ്സ്, നമ്മുടെ കൂടെയുള്ള അഡ്വക്കേറ്റ്സ് തന്നെയാണ് പലരും. അവർ മനസ്സിലാക്കേണ്ടത് വേറൊരാളുടെ ജീവിതം, ജോലി. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം അറിയപ്പെടുന്നവരും മറ്റു കാര്യങ്ങളുമാണ്. പാവപ്പെട്ട അങ്ങനെ ടെക്നോ പാർക്കിൽ 2 പേർക്ക് ജോലി പോയിട്ടുണ്ട്. ഒരു അഫെയറിലായിരുന്നു ഈ 2 പേരും മുമ്പ്. പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. 2-3 ആഴ്ചയ്ക്ക് ശേഷം പോലീസുകാർ നിരപരാധിയാണെന്ന് കണ്ടെത്തി കൊടുത്തു. പക്ഷേ 2 ആഴ്ച എന്തോ ജയിലിൽ കിടന്നു. അവനെ തിരിച്ച് കമ്പനിയിൽ ജോലി കിടക്കുന്നില്ല, ജയിലിൽ കിടന്നു. പേപ്പറിൽ ആ വാർത്തയുണ്ട്. തിരിച്ചു വന്നാൽ ഏതെങ്കിലും പത്രക്കാരൻ വാർത്ത കൊടുക്കും. നാളെ അവനൊരു PCC വാങ്ങിക്കണേ പോലും ഇത് വരില്ലേ? നാളെ ഇപ്പം കമ്പനീസ് എല്ലാം ചെയ്യുന്നത് എന്താ, ഇന്റർനെറ്റിലാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ജയിൽ, പോക്സോ. ഇപ്പം നാളെ എൻ്റെ കമ്പനിയിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുമോ എന്തിനാ റിസ്ക് എടുക്കണ്ടേ? ഞാൻ ഇപ്പം നമ്മളെ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആണിൻ്റെ ജീവിതം ഒരു വ്യാജ പരാതി ഇല്ലാതാകാം.